മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം നാം ഈ സെമിത്തേരിയിലേക്ക് കടന്നു വന്നു. അല്പസമയത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഈ മൃതശരീരം ഇവിടെ സംസ്കരിക്കുവാൻ പോവുകയാണ്. ഈ തരുണത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നാം ഇവിടെ വായിച്ച് കേട്ട വേദഭാഗത്തിൽ അതിൻ്റെ 54-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. ദൈവത്തിന് സ്തോത്രം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം, ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കണം. അങ്ങനെയാകുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഉള്ളതായ പ്രത്യാശയാണ്. മരണത്തോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. ഇവിടെ നാം വായിച്ചു കേട്ടത് ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം, ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കണം. അപ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. മരണം ഒരടിമത്വമായിരുന്നു. സകല മനുഷ്യനും ഈ മരണത്തിന് കീഴടങ്ങിയേ മതിയാകൂ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം മരണത്തെ നീക്കുകയും ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മരണത്തെ ജയിക്കുന്ന ഒരനുഭവം ഉണ്ട് എന്നാണ് ഈ തിരുവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ന് പറയുന്നത് മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രത്യാശ ഇന്ന് ലോകത്തിലുള്ള അനേകർക്കുമില്ല. ദൈവത്തിന് സ്തോത്രം. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ, അത്ര മാത്രമേ ഉള്ളൂ. ഈ ദ്രവത്വമുള്ള ശരീരം നാം ഇവിടെ സംസ്കരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ മർത്യമായ ശരീരം ഇവിടെ നാം സംസ്കരിക്കുന്നു. ഈ ബലഹീനമായ ശരീരം, ഈ അപമാനമുള്ള ശരീരം, ഈ താഴ്ചയുള്ള ശരീരം ഇവിടെ നാം അടക്കുവാൻ പോവുകയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ ശരീരം രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കണം, ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കണം. അപ്പോഴാണ് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ കുറിച്ച്, ക്രിസ്തുവിൽ മരിച്ചവരെ കുറിച്ച് നാം ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു സുദിനമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അധികാരത്തിൽ നിന്ന് ഒരു വിടുതലുണ്ട്. ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു തേജസ്സുള്ള ശരീരത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം കൊള്ളുവാൻ കഴിയും. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ക്രിസ്തുവിനും ദൈവത്തിനും ആദ്യഫലമായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വായും. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ 1000 ആണ്ട് പ്രഭാതത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുന്ന ആ സുദിനത്തിൽ ഈ പ്രിയ പിതാവ് ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശയില്ലെങ്കിൽ സാധാരണ ലോകത്തിൽ ജീവിച്ച് അവസാനിക്കുകയുള്ളൂ. അതോടുകൂടെ അവരുടെ ജീവിതം ഇല്ലാതെയായി തീർന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവവചനം നാം പഠിക്കുമ്പോൾ ഇനി അടുത്തൊരു മരണത്തിലേക്ക് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഒരു രണ്ടാമത്തെ മരണത്തെ കുറിച്ച് അവിടെ പറയുകയാണ്. അത് തീപ്പൊയ്കയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശയോടെയുള്ളതായ ഒരനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം ഈ പിതാവ് നയിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ പ്രത്യാശയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ വിട്ട് കടന്നുപോയ ഈ പിതാവിനെ കുറിച്ച് നാം ദുഃഖിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നാമും മരണം വഴിയായി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേ മതിയാകൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മുടെ മരണമാകുന്നുവെങ്കിൽ നമ്മുടെ മരണാനന്തര ജീവിതം എവിടെയായിരിക്കും? അത് നിത്യതയിൽ കർത്താവിനോടുകൂടെ ചെലവഴിക്കുമോ, അതോ രണ്ടാം മരണത്തിന് അധീനമായി പോകുമോ? വിതച്ചാൽ ഗോതമ്പ് മാത്രമേ കൊയ്യുവാൻ കഴിയൂ. നെല്ല് വിതച്ചാൽ നെല്ല് മാത്രമേ കൊയ്യുവാൻ കഴിയൂ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ
വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. മനുഷ്യൻ എങ്ങനെ വിതയ്ക്കപ്പെടുന്നുവോ ഈ മരണവും അടക്കവും ഒരു വിതയോട് തുല്യപ്പെടുത്തിയാണ് ദൈവവചനം പറയുന്നത്. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അതിനനുസരിച്ച് ഉയർത്തെഴുന്നേൽക്കും. ഒരു ദൈവഭക്തിയോടെ ജീവിച്ച വിശുദ്ധനായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചടക്കപ്പെടുമ്പോൾ അവൻ ഒരു വിശുദ്ധിയുടെ ആത്മാവിനാൽ ഉയർത്തെഴുന്നേറ്റ് വരും. എന്നാൽ പാപിയായി മരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം ഒരിക്കലും വിശുദ്ധനായി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നുവോ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ചാണ് പ്രതിഫലം. ദൈവം അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തിരിക്കുകയാണ്. എത്രയോ പേർ പ്രത്യാശ ഇല്ലാത്തവരായിട്ടാണ് മരിക്കുന്നത്. നിരാശയോട് മരണത്തെ അഭിമുഖീകരിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. എന്നാൽ ദൈവമക്കളുടെ ജീവിതം അങ്ങനെയല്ല. വിശുദ്ധ പൗലോസ് പറയുന്നു, ദൈവത്തിന് സ്തോത്രം, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവൻ. നാം ഓരോരുത്തരും നമുക്കൊരു പ്രത്യാശയുണ്ട്. നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ നമ്മുടെ യേശുവിനോടുകൂടെ നിത്യതയിൽ വാഴാമെന്നുള്ള പ്രത്യാശ ഇവിടെ നിൽക്കുന്ന എത്ര ദൈവമക്കൾക്ക് ആ പ്രത്യാശയുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ട് അതെ, ആ പ്രത്യാശ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഇന്ന് പകൽക്കാലം ഈ സെമിത്തേരിയിൽ വെച്ച് എന്റെ വചനങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിച്ച് പ്രത്യാശയോടെ ജീവിതം നയിച്ച് യേശുവിനോടുകൂടെ നിത്യതയിൽ വാഴുവാൻ തക്കവണ്ണ ജീവിതത്തെ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. മരണം നിശ്ചയമാണ്, സമയം നിശ്ചയമില്ല. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് പ്രത്യാശയോടുകൂടി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിനോടുകൂടെ നിത്യതയിൽ കാണപ്പെടുവാൻ, ആ നല്ല ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുവാൻ, ആ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീരുവാൻ നമുക്ക് ഏവർക്കും വലിയവനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേർപാടിന്റെ ദുഃഖത്തിൽ, താൽക്കാലികമായ ദുഃഖത്തിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുമാറാകട്ടെ. നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാൽ നൽകുന്ന ദൈവം എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ. നമുക്കും പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ നമ്മെ തന്നെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നീതിൻ കിരീടം നീതിയുള്ള കാർത്തൻ യേശുവിൻ കൂടെ വസിച്ചിടാമെന്നും പാർത്തിടാമെന്നും കൂടെ പാർത്തിടാമെന്നും അരുമനാഥനിൻ കൂടെ പാർത്തിടാമെന്നും. സഭാപ്രസംഗം നാം കാണുന്ന പോലെ ഈ പ്രിയ സഹോദരൻ താൻ പ്രിയമച്ച കർത്താവിലേക്ക് ചേർന്ന് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഞങ്ങൾ പല സമയത്തും ഇവിടെ നാട്ടിൽ വരുമ്പോഴൊക്കെ കാണുകയും എപ്പോഴും അവിടെ ആയിരുന്നപ്പോഴും എപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും വീട്ടുകളിൽ പോവുകയും കൂട്ടായ്മ അയക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെയായിരുന്നു. ദൈവത്തിൻ്റെ കണ്ടോളൻസ് അറിയിക്കുന്നു. താൻ പ്രിയമച്ച കർത്താവിലേക്ക് ചേർത്തപ്പെട്ടുകൊണ്ട് ആ നല്ല പാത പിന്തുടർന്ന് വേഗം വരുന്ന കർത്താവിൻ്റെ അറിവെങ്കിൽ കാണപ്പെടുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ഞങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി. പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്തു തീർത്തു ഞാനിൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും
നിൽക്കും. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്ത് കാണുന്നത് പോലെ ഭക്തിയുള്ള ശുദ്ധന്മാരാലി അടക്കം ശുശ്രൂഷ നടത്തപ്പെടും. കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ ദൈവം കൊണ്ടിരുന്നയായി സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് വന്നിരിക്കുന്ന ഉയർത്തത്തിൽ പിന്നെ വലിയ പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യാം. അതിന്റെ അവകാശം പ്രാപിപ്പാൻ ശക്തന്മാരോട് ചേർത്ത് ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ മൃതശരീരം മണ്ണോട് ചേരേണ്ടതിന് ഈ ഭൂമിക്ക് ദാനം ചെയ്യുന്നു. ഹേ മരണമേ എന്നൊരു ദൈവമവിടെ, ഹേ മരണമേ എന്നൊരു വിഷമങ്ങളുടെ മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയായ പ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന പ്രത്യാശയോടുകൂടെ കടന്നു പോകുവാൻ കർത്താവേ ചേരുവാൻ കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം സ്തോത്രം. നീ ചെയ്ത എല്ലാ നന്മകൾക്കായി, എല്ലാ ദാനങ്ങൾക്കായി, എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമാധാനം നിറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം ഒരു കടന്നുപോക്കട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യാശയോടെ ജയത്തോടെ ഞങ്ങളുടെ ഓട്ടോടി തികപ്പാൻ കർത്താവിനെ എല്ലാവർക്കും സഹായിക്കണമേ. വലിയ നാമത്തെ മഹത്വപ്പെടുത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും സകല വിശുദ്ധന്മാരോട് പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Bye.